ഹലോ ഗായ്സ്, ഇന്ന് ജൂൺ 1 എൻ്റെ മോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ദിവസമാണ് കേട്ടോ ഇന്ന്. അങ്ങനെ രാവിലെ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയതിന് ശേഷം വെൽതമ്മച്ചി ഈ കുരിശൊക്കെ വരപ്പിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് കുരിശൊക്കെ വരപ്പിച്ച് പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ് കേട്ടോ. യൂണിഫോമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തന്നെ എന്തോ പോലെ തോന്നി. എൻ്റെ മോൾ ഇത്ര യൂണിഫോമൊക്കെ ഇടാനൊക്കെ ആയോന്ന് എനിക്ക് തന്നെ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. സന്തോഷമായി എനിക്ക് എൻ്റെ മോളെ ഇങ്ങനെ ഒരു യൂണിഫോമിലൊക്കെ കണ്ടപ്പോഴത്തേക്കും. അങ്ങനെ ഇയാൾ വെൽതപ്പച്ചനും വെൽതമ്മച്ചിക്കും ഉമ്മയൊക്കെ കൊടുത്തിട്ട് ബാഗൊക്കെ ഇട്ട് സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങിട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കുഞ്ഞുമണിയെ ആക്കാൻ പോയത്. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ വെൽതപ്പച്ചനും വെൽതമ്മച്ചിക്കും ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ മൂന്നുപേരും കൂടി അങ്ങനെ നേരെ സ്കൂളിലോട്ട് പോയിട്ടോ. തൊട്ടടുത്തായിട്ടാണ്, ഒരു 10 മിനിറ്റത്തെ ഡ്രൈവ് ഉള്ളൂ നമുക്ക് സ്കൂളിലോട്ട്. ഇതാണ് കുഞ്ഞുമണിയുടെ സ്കൂൾ. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ കുട്ടികളെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെ സ്റ്റേജിലൊക്കെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ സീനിയർ കുട്ടികൾ ഇവരെ വെൽക്കം ചെയ്യാനായിട്ട് ഡാൻസൊക്കെ കളിച്ചായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോരുത്തരെയും, അതായത് പാരൻസിൻ്റെ ഒപ്പം കുട്ടികളെയും കയറ്റിയിട്ട് അവിടെ നമുക്ക് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു, ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്കത് ഇങ്ങനെ പുതിയൊരു സ്കൂളിലോട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു ചോക്ലേറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും വളരെ സന്തോഷമാവുമല്ലോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. ഇയാൾ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് തന്നെ അവിടേക്കൊന്ന് കളിച്ചിട്ടാണ് കേട്ടോ ഇയാൾ ക്ലാസ്സിലോട്ട് കയറിയത്. അപ്പോൾ ഞാനൊന്ന് കളിച്ചോട്ടെ മമ്മ എന്ന് വെച്ചപ്പോൾ ഞാനും പിന്നെ ഇതിലൊന്നും പറഞ്ഞില്ല. ഫസ്റ്റ് ഡേ അല്ലേ, അവരൊന്ന് കളിച്ചിട്ട് കയറട്ടെ, നമ്മൾ നേരെ പിടിച്ച് ക്ലാസ്സിൽ കൊണ്ടിരുത്തണ്ടല്ലോ. അങ്ങനെ ഇയാൾ ക്ലാസ്സിലോട്ട് പോകാനായിട്ട് റെഡി ആയിട്ടോ. നേരെ സിസ്റ്റർ വന്നിട്ട് ഇയാളെ അങ്ങ് നേരെ ക്ലാസ്സിലോട്ട്, സിസ്റ്റേഴ്സാണ് അവിടെ കൊണ്ടുപോയത്. ക്ലാസ്സിലോട്ട് അങ്ങ് പോകണ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ചെറുതായിട്ടൊരു വിഷമമായിട്ടോ. കാരണം നമ്മളല്ല, അവരാണ് നേരെ അങ്ങ് കൊണ്ടുപോയത്. അപ്പോൾ ഇയാളങ്ങ്, ഇവരുടെ ക്ലാസ് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അപ്പോൾ അവർ നല്ല കെയറിങ് ആയിരുന്നു കേട്ടോ. അവിടുത്തെ ആയമാരൊക്കെ നല്ല കെയറിങ് ആയിരുന്നു. അവർ അങ്ങനെ കൊണ്ടുപോയി. കുഞ്ഞുമണി പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമായിട്ടോ. പിന്നെ 12 മണിക്ക് വരുമല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ വീട്ടിലോട്ട് നേരെ പിടിച്ചു. 11:15 ആയപ്പോഴത്തേക്ക് ഞാൻ സ്കൂളിലോട്ട് പോയി. അങ്ങനെ 12 മണി ആയപ്പോൾ എൻ്റെ മോള് വന്നു കേട്ടോ. എനിക്ക് അവളെ കണ്ടിട്ട് എന്താണെന്നറിയില്ല, എന്തോ ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. അവൾക്കും എന്നെ കണ്ടിട്ട് ഓടി വന്ന് എന്നെ പിടിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കുഞ്ഞുമണിക്കാണെങ്കിൽ സ്കൂൾ വല്ലാതെ ഇഷ്ടമായി. അപ്പോൾ ഇതെൻ്റെ കസിനാണേ. അപ്പോൾ അവനും അവിടെ തന്നെയാണ് പഠിക്കുന്നത്, അഫ്രിൻ. അത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ആ പ്ലേ ഏരിയയിലൊക്കെ ഒന്ന് കളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ. അപ്പോൾ പോരുന്ന വഴി ഞങ്ങൾ അവിടെ കടയിലൊക്കെ ഒന്ന് കയറി ഒരു ജ്യൂസൊക്കെ കുടിച്ചായിരുന്നു. അപ്പോൾ ഇയാൾ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ എന്നോട് പറയാണ്, പുതിയ ഫ്രണ്ട്സിനെ കിട്ടി മമ്മ എന്നൊക്കെ പറയാനേ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഓട്ടോയിൽ നേരെ വീട്ടിലോട്ട് പോവാണേ. ബാഗ് ഞാൻ പിടിച്ചോളാം മമ്മ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ആൾ തന്നെ ബാഗൊക്കെ ഇട്ട് നടക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ വെൽതപ്പച്ചനും വെൽതമ്മച്ചിയും നോക്കിയായിരിക്കായിരുന്നു കുഞ്ഞുമണി വന്നപ്പോൾ ഓടി ചെന്ന് അവളുടെ അടുത്ത് ഇരുന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമേ. ബൈ.